തീരമോ തരംഗമോ രാഗസാഗരമോ ആരനിക്കേകി മധുരം ആരനിക്കേകി പൊൻകനവിൽ വിടരുമി പൂവിലെ തീരാ മധുരം. ഹലോ ഗായ്സ്, അപ്പോൾ ഇത് സാറ്റർഡേ മോർണിംഗ് ആണ് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ഫ്രൈഡേ വന്നിട്ട് സാറ്റർഡേ സൺഡേ ക്ലാസ്സിലല്ലോ, അപ്പം ബാഗിലേക്ക് തൊട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാനിങ്ങനെ ബുക്സും അങ്ങനെയുള്ള സകല സാധനങ്ങളൊക്കെ മാറ്റുമായിരുന്നു. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ടിഫിൻ ബോക്സ് പോലും ഞാൻ ബാഗിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നിങ്ങൾ അങ്ങനെയാണോ? ഞാൻ വല്ലപ്പോഴാണ് ഇങ്ങനത്തെ ഒരു പ്രതിഭാസം വീട്ടിൽ സംഭവിക്കാറുള്ളൂ. കാരണം ഞാൻ അല്ലെങ്കിൽ എല്ലാ ദിവസവും ഈവനിങ് വന്ന അപ്പം തന്നെ ഞാൻ ഈ ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിലൊക്കെ ബാഗിൽ നിന്ന് മാറ്റുന്ന. ഇന്നിപ്പോൾ ഞാൻ ഒന്നും മാറ്റിയില്ല. പിന്നെ ആണെങ്കിൽ എനിക്ക് മണ്ടയിലേക്ക് ഒരുപാട് ടെസ്റ്റ് പേപ്പേഴ്സ് ഉണ്ടായിരുന്നിട്ട് പഠിക്കാനായിട്ട്. കൂടാതെ മാത്രമല്ല എനിക്ക് പീരീഡ്സ് ആയിട്ട് ഇരിക്കുമായിരുന്നു. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, എല്ലാം കൂടെ തികഞ്ഞൊരവസ്ഥയാണ്. അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ബുക്കൊക്കെ ബാഗിൽ നിന്ന് പുറത്തേക്ക് ഇട്ടു. പഠിക്കാനുള്ളതാണെന്ന് പറഞ്ഞില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, വാട്ടർ ബോട്ടിലും ടിഫിനൊന്നും ബാഗിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് മാറ്റാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വെള്ളം ഞാൻ ആ ഒരു ചെറിയ കുപ്പിയിൽ അത്രയും കുടിച്ചിട്ടുണ്ടാകുന്നുള്ളൂ. അത് ബ്രേക്ക്ഫാസ്റ്റിനാണ് തലേന്നത്തെ മീൻകറിയും പിന്നെ കപ്പയായിരുന്നു കേട്ടോ. ഇത് നത്തോലി, കൊഴുവ, ഒഴുക, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതുമായിരുന്നു. വേറെ എന്തോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കിതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇത് കഴിച്ചു കേട്ടോ. അപ്പം അതിൽ കുടംപുള്ളി എടുക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് ഇട്ടാണ് കേട്ടോ. ഞാൻ കഴിക്കുന്നില്ല, അപ്പോൾ തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് വാസലിൻ അപ്ലൈ ചെയ്തു. പിന്നെ എനിക്കാണെങ്കിൽ ഇന്ന് സാറ്റർഡേ ആണ്, എനിക്ക് പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ അനുമോദനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ ഇട്ട ഔട്ട്ഫിറ്റ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വ്ളോഗ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വ്ളോഗ് ഞാൻ ഈ ചാനലിൽ ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടു നോക്കാം. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ചാനലിൽ നിങ്ങൾ കയറി നോക്കിയാൽ മതി കാണാൻ. അപ്പം ഞാൻ ഈ ഒരു ഔട്ട്ഫിറ്റും പിന്നെ ഈ ഒരു ബാഗി ജീൻസൊക്കെ ഉണ്ട് കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്തിയതിൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇവളാണിപ്പോൾ ഉള്ളൂ. ആ പഞ്ചായത്ത് ചെന്ന് കഴിയുമ്പോൾ കുറേ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ സംഭവം തുടങ്ങി. പ്രസംഗമായിട്ടൊക്കെ ശോകമുഖമായിട്ടിരിക്കാൻ പ്രസംഗമായതുകൊണ്ട് എനിക്കങ്ങനെ പ്രസംഗമൊക്കെ താല്പര്യമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ട്രോഫിയൊക്കെ വാങ്ങിച്ചു. പിന്നെ ഞാൻ എന്താ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അങ്ങനെ പോകുന്ന നോക്കി ക്രിസ്പല്ലോയും പിന്നെ ഡയറി മിൽക്കും വാങ്ങിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. എനിക്കാണെങ്കിൽ പിന്നെ ഞാൻ ഈ സംഭവം വാസലിന് അപ്ലൈ ചെയ്തു. എനിക്കിത് ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ ഇരിക്കുമ്പോൾ ഒക്കെ എനിക്കിത് അപ്ലൈ ചെയ്യുന്നു കേട്ടോ. ആസ് എ ഹോബിയാണ്, ചുമ്മാ ഞാനിത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങൾക്ക് അങ്ങനെ എപ്പോഴും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് മോയ്സ്ചറൈസേഴ്സ് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും എനിക്ക് ഇഷ്ടം ഈ വാസലിന് അപ്ലൈ ചെയ്യാനാണ്. ഓക്കെ ഗൈസ്, എന്നിട്ട് പിന്നെ ഞാൻ പറയാം, കുറേ നോട്ടും ഹോംവർക്കും ടെസ്റ്റ് പേപ്പേഴ്സും അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ അതൊക്കെ എഴുതുമായിരുന്നു കേട്ടോ. ഗൈസ്, പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നതിന് എനിക്ക് ഇനി ഈ വീഡിയോ ഇടാനുള്ള ഒരു ത്വര ഉണ്ടാവത്തില്ല ഗൈസ്. അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ബിഗിനറാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് എനിക്കറിയത്തില്ല ഗൈസ്, നിങ്ങൾ എന്തൊക്കെ കാട്ടി എനിക്കൊന്നും പറയാൻ പാടില്ല. എനിക്ക് തുടങ്ങിയല്ലോ. അപ്പോൾ എനിക്കങ്ങനെ പറഞ്ഞ് എന്തൊക്കെ പറയണം, അത് നിങ്ങൾ എന്തെങ്കിലും സജഷൻ. പിന്നെ എന്നാണെങ്കിൽ ഈവനിങ് സ്നാക്കിന് മുമ്പ് ഈ ഒരു അട അതന്നെ ചക്ക പിന്നെ ശർക്കര അതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ സംഭവം ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കതൊന്നും ഇഷ്ടമായിരുന്നു ഗൈസ്. അതുകൊണ്ട് ഞാൻ മറ്റേ എള്ളുണ്ടയില്ലേ, നിങ്ങൾക്ക് ഇത് പണ്ടൊക്കെ കറുത്തായിരുന്നു, ഇപ്പോൾ തൈ ഒരു കളറിലിരിക്കുന്ന ഈ സംഭവം ഇത് ഞങ്ങൾ കഴിച്ചു കേട്ടോ. ഇതിൻ്റെ ഞാൻ ആലോചിക്കുമായിരുന്നു, പണ്ട് ഇതിന് ഈ കളറിലായിരുന്നല്ലോ അങ്ങനെയൊക്കെ. പിന്നെ ഇങ്ങനെ കടല ഉണ്ടായിരുന്നു. എനിക്ക് നല്ല പുറത്ത് നല്ല മഴ, അപ്പോൾ മഴയത്ത് കടല, അങ്ങനെ ചൂടുള്ള കടല കുറിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഭയങ്കര നൊസ്റ്റുമാണ്, ഒരു പ്രത്യേക ഫീലല്ലേ. അങ്ങനെ നോക്കുക ഗൈസ്, എൻ്റെ ബെഡിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ് ഗൈസ്. അങ്ങനെ സകലമാന സാധനങ്ങളും എൻ്റെ ബെഡിലാണ്. അങ്ങനെ ഞാൻ എൻ്റെ മുടി ഇങ്ങനെ ബ്രൈഡ് ചെയ്തിട്ടോ. എനിക്ക് രണ്ട് സൈഡും ഞാൻ ഇങ്ങനെ ബ്രൈഡ് ചെയ്തിട്ടായിരുന്നു കേട്ടോ, മുടി ഒതുങ്ങിയിരിക്കാൻ വേണ്ടി. പിന്നെ ഒരു സന്ധ്യ ആവാറായപ്പോൾ ഞാൻ കയറി കടന്നു. എനിക്കാണെങ്കിൽ തീരെ വയ്യ, അങ്ങനെയൊക്കെ ഒരു അവസ്ഥ. അപ്പോൾ ഞാൻ കിടന്നു കേട്ടോ. എനിക്ക് പീരീഡ്സും കൂടെ ഭയങ്കര വയറോ തലവേദന, ഛർദ്ദിക്കാൻ വരൽ, വോമിറ്റിംഗ് ടെൻഡൻസി, അങ്ങനെ എല്ലാം ആയിട്ട് ഞാൻ എനിക്ക് അങ്ങനെ എന്നാണെങ്കിൽ ഡിന്നറിന് കഞ്ഞിയും ഒഴുക വറുത്തത് പിന്നെ അച്ചാർ ഇതൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ വളരെ കുറച്ച് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞതാണ് ഗൈസ്. പക്ഷേ എൻ്റെ അമ്മച്ചി നിർബന്ധിപ്പിച്ച് കഴിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ കഴിച്ചതാണ്. ഇത് എനിക്കിഷ്ടമാണ് കഞ്ഞി കുടിക്കാൻ, പക്ഷേ എനിക്കിന്ന് തീരെ താല്പര്യമില്ല. എനിക്ക് വിശക്കുന്നില്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഞാൻ പിന്നെ കഴിച്ചു. എന്തായാലും എനിക്ക് മീൻ വറുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അതുകൊണ്ട് അതുള്ളതുകൊണ്ട് കഴിച്ചു കേട്ടോ. പിന്നെ അങ്ങനെ കഴിച്ച് ഞാൻ പിന്നെ പോയി കിടക്കാൻ വേണ്ടി പോയി. അപ്പം എൻ്റെ ജനലിൻ്റെ ആ സൈഡിൽ എനിക്ക് വേണ്ട അത്യാവശ്യം കണ്ട ഈ ഒരു ഹെയർ ബാൻഡും പിന്നെ ആ വെള്ളവും പിന്നെ ഒരു ബാമുണ്ട് തലയിൽ തേക്കാൻ വേണ്ടിയിട്ട്, തലയിൽ നെറ്റിയിൽ അത്. അപ്പോൾ അതൊക്കെ ഞാൻ എൻ്റെ ജനലിൻ്റെ അടുത്തൊക്കെ എനിക്ക് എണിച്ചോ പറ്റില്ല, അതുകൊണ്ട് അത്രയും മടി. അങ്ങനെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീണ്ടും ഇത് കഴിച്ചിട്ടു. അത് സൺഡേ മോർണിംഗുള്ള ഇതാണ് കേട്ടോ. അങ്ങനെ ഞാൻ വീണ്ടും എള്ളുണ്ട കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒരു 11 മണിയൊക്കെ ആയപ്പോഴാണ് കഴിച്ചത്.
സത്യം പറഞ്ഞാൽ വാട്ടർ ഏറ്റിനിടെ ആവുമെന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ ഈ ചീട്ടോസ് മസാല അത് കഴിച്ചതൊക്കെ വീട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതെടുത്ത് കഴിച്ചു. എനിക്ക് ചീട്ടോസ് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. എനിക്ക് ലേസില്ല, പൊട്ടറ്റോ ലേസ്, അതാണ് എനിക്കിഷ്ടം. ചീട്ടോസ് ആണോ നിങ്ങൾക്ക് പൊട്ടറ്റോ ലേസ് ആണ് ഇഷ്ടം കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ എനിക്ക് പിന്നെ സൺഡേ ആയതുകൊണ്ട് തന്നെ എന്താ പറയുക, ഹാപ്പി നമുക്കൊന്ന് ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. അത്ര വലിയ ഫംഗ്ഷൻ എല്ലാം ചെറുതായിട്ട് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇതാ ഞാനിതിങ്ങനെ മറ്റേ പപ്പടം കോരുന്ന കോലിൽ കുത്തിക്കയറ്റി കുറേ ചീട്ടോസ് കയറ്റി. അല്ലെങ്കിൽ ഇത് എത്ര വലിയ ഇഷ്ടമുള്ള സാധനമല്ലേ ഈ ചീട്ടോസ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കത് എങ്ങനെയാണ് തീർക്കണം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ചുമ്മാ എന്താണ് കാണിച്ച് ഓരോന്ന് അതിനെ കയറ്റിയിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. കണ്ടു ഞാൻ ASMR നോക്കുന്നത്, പക്ഷേ ശരിക്കും ചീറ്റിപ്പോയി. അപ്പോൾ ചുമ്മാ ഞാൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, മൈൻഡാക്കണ്ട ഗൈസ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ക്യാറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അതും ഞാൻ കഴിച്ചു. ഞാൻ എനിക്ക് തോന്നുന്നു ഫ്രൈഡേ സ്കൂളിൽ കഴിഞ്ഞിട്ട് വന്നപ്പോൾ വാങ്ങിച്ചു വന്നാൽ തോന്നുന്നു. പിന്നെ ഈവനിങ് ഒരു 4-4:30 ആയപ്പോൾ ഞാനിങ്ങനെ എൻ്റെ വീടിൻ്റെ ബാക്ക് വശത്ത് വന്നിരുന്നിട്ട് കുറച്ച് നേരം പ്രകൃതി രമണീയതയൊക്കെ ആസ്വദിച്ചിട്ട് പിന്നെ ഞാൻ പഠിക്കാൻ. നിങ്ങൾ വെച്ചപ്പോൾ നമ്മൾ പഠിത്തം മാത്രമേ ഉള്ളൂ, അങ്ങനെയൊന്നല്ല കഴിച്ചു. ഞാൻ ചുമ്മാ ഇങ്ങനെ പഠിക്കുന്നതാണ്. എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞാൽ ടീച്ചർ എണിപ്പിച്ച് നിർത്തുമ്പോൾ അങ്ങനെയൊക്കെ പഠിച്ചില്ലെങ്കിൽ ടീച്ചർ തല്ലുമൊക്കെ ചെയ്യില്ല. അത് ആലോചിച്ചിട്ട് പേടികൊണ്ട് ഞാൻ പഠിക്കുന്നത്, അല്ലാണ്ട് എനിക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടായിട്ടൊന്നല്ല കേട്ടോ. അങ്ങനെ കുറേ നേരം പഠിക്കുകയാണ്. കെമിസ്ട്രി ആട്ടോ പഠിച്ചത്. കെമിസ്ട്രി പഠിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താ വെച്ചാൽ ഞങ്ങൾ പറഞ്ഞില്ല ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടോ. അപ്പോൾ തൊട്ടടുത്ത 1 കിലോമീറ്റർ പോലും ഇല്ല കേസ്, നടക്കാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ നമ്മൾ നടക്കുകയാണ്. കഷ്ടകാലത്തിന് ഇറങ്ങി നമ്മൾ കാലെടുത്ത് വെച്ചത് ഭയങ്കര മഴ, ചെറിയ മഴ ഉണ്ടായിരുന്നു കേസ്. അപ്പം എന്നാലും നമ്മൾ കാര്യമാക്കിയില്ല, നടന്നു. പക്ഷെ നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ആണെങ്കിൽ മഴയുടെ ശക്തിയും കൂടി നമ്മൾ ഇറങ്ങിയത് മഴയ്ക്ക് ഇഷ്ടമാകത്താലും മഴ അങ്ങ് തകർത്ത്. ഇപ്പം മഴ വെള്ളം കുറച്ച് കഴിഞ്ഞിട്ടാണ് മഴ അങ്ങ് തുടങ്ങിയത് കേട്ടോ. ഇറങ്ങി കുറച്ച് കഴിഞ്ഞതും മഴ പെയ്തു. പിന്നെ ഗൈസ് വളരെ ട്വിസ്റ്റ് എന്ന് വെച്ചാൽ സൺഡേ ഉണ്ട്, മൺഡേ ഞങ്ങൾ എറണാകുളം ഡിസ്ട്രിക്റ്റ്, അപ്പോൾ അവധിയായിരുന്നു കേട്ടോ. വളരെ സന്തോഷമായി. അങ്ങനത്തെ മഴയത്ത് കുടയൊക്കെ ചൂടിക്കൊണ്ട് ഞങ്ങൾ പോവുകയാണ് ഗൈസ്. എന്നിട്ട് മഴ കൂടി, മഴ നല്ല തമർത്ത് എന്തൊക്കെയാ പറയണേ ഞാൻ. അങ്ങനെ തകർത്ത് നല്ല ശക്തിയായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മൾ അവിടെ എവിടെയെങ്ങാണ്ടൊക്കെ കയറി നിന്നിട്ട് മഴ കുറച്ചൊന്ന് കുറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഇന്ന് നല്ല മഴ കൊണ്ട് നെക്സ്റ്റ് ഡേ ഇത് സൺഡേ ആണ്, നാളെ മൺഡേ നമുക്ക് ക്ലാസ് ഇല്ലായിരുന്നു ഗൈസ്. അങ്ങനെയാണ് സംഭവം. അപ്പം എന്താ പിന്നെ മഴ ഇങ്ങനെ നമ്മൾ മാറാൻ വേണ്ടി നോക്കിയിരുന്നിട്ട് കുറച്ച് മഴ മാറി ഗൈസ്. അപ്പോൾ നമുക്ക് എന്ത് രസമായി തോട് കാണാൻ. ഞാൻ പോണ വഴി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ വീഡിയോ എടുത്താണ്ടോ. പിന്നെ നമ്മൾ പോണ വഴികൾ കുറേ എനിക്കിങ്ങനെ മനോഹാരിത തോന്നിയ സംഭവങ്ങളൊക്കെ ഞാൻ എൻ്റെ ക്യാമറ കണ്ണുകളിൽ പകർത്തിയതാണ് കേട്ടോ. എന്ത് രസം എന്ന് പറയുമ്പോൾ ഗൈസ്, ഈ പൂവൊക്കെ ഇങ്ങനെ മഴ തോർന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പം ഒരു പ്രത്യേക തരം ഭംഗിയും ഒക്കെയാണ് കേട്ടോ ഞാൻ നടന്നു പോണത്. അങ്ങനെ ഇതാ കുറേ ഫ്ലവേഴ്സ്, യെല്ലോ ഫ്ലവേഴ്സ്, ആ ഗ്രീനിൻ്റെ ഇടയ്ക്കാണ് നല്ല ഭംഗി. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകും ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട്, പിന്നെ കേക്ക് നമ്മളാണ് കേട്ടോ ബർത്ത്ഡേ ബോയ്ക്ക് കേക്ക് വാങ്ങിച്ചുകൊണ്ട് നമ്മളാണ് കേട്ടോ. അപ്പം നമ്മൾ ഓർഡർ കൊടുത്തിട്ടാണ് പോയത്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് എന്തൊക്കെയോ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അങ്ങോട്ട് പോയി. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണെങ്കിൽ അവിടുത്തെ ഈ ഫ്ലവേഴ്സ് പൂത്ത് കൊലച്ചിട്ടില്ല, എന്നാലും ഞാൻ ഒരു ഫ്ലോയ്ക്കാൻ പറഞ്ഞതാണ്, ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ കേക്ക് ഇങ്ങനെ കണ്ടാൽ ഞാൻ വീഡിയോ കണ്ട് പോകുന്നില്ല. അങ്ങനെ അവിടെ ചെന്നിട്ട് ഞാൻ ഈ ഒരു ബൈറ്റ്സില്ലേ, ചോക്ലേറ്റ് ബൈറ്റ്സ്, ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ചോക്കോസൊക്കെ പോലത്തെ അതുണ്ടായിരുന്നു, അത് വാങ്ങിച്ചായിരുന്നു കേട്ടോ നമ്മൾ വന്നപ്പം. അപ്പോൾ അത് കഴിച്ചു. പിന്നെ അവിടുത്തെ മിററിൽ എനിക്ക് മിറർ കണ്ടപ്പോൾ തന്നെ ഫോട്ടോ എടുക്കണം, മിററോഫോബിയ ഞാൻ ഉണ്ടാക്കിയതാണ്, മിററോഫോബിയ. അപ്പം സമയം നമ്മളൊരു നൈറ്റായിട്ടാണ് പോകുന്നിട്ട് അവിടെ നിന്ന്. അപ്പം ഞാൻ അവിടെ ഇപ്പോൾ ബാലരമ വായിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഒരു 10 ബാലരമ കിട്ടിയില്ല, കുത്തിയിരുന്നത് ഞാൻ വായിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ബുക്ക് വായിക്കാൻ. അപ്പം അവിടുത്തെ കുട്ടിയാണെങ്കിൽ എനിക്കിങ്ങനെ ബുക്ക് എടുത്തുനിന്ന് വായിക്കാൻ വേണ്ടി. അപ്പം ഞാനത് ഇപ്പോൾ കാണിക്കുന്ന മൊത്തം ബുക്ക് ഞാൻ വായിച്ചു കഴിഞ്ഞു കേട്ടോ. പിന്നെ ഫുഡിന് കുഴിമന്തി ആയിരുന്നു, അൽഫാമന്തി ആയിരുന്നു, അത് കഴിച്ചു. ഞാൻ ഇത്ര തന്നെ ഞാൻ കഴിച്ചോളൂ കേട്ടോ. അത് എടുത്തൊന്നുമില്ല ഞാൻ. പിന്നെ എക്സ്ട്രാ റൈസ് വാങ്ങിച്ചൊന്നുമില്ല, അത് വാങ്ങിച്ച് അത്ര കഴിച്ചോളൂ. എനിക്കങ്ങനെ വലിയൊരു മന്തി ഫാൻ. എനിക്ക് ചിക്കൻ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. മന്തി ഫാൻ അല്ല, ഞാനൊരു ചിക്കൻ ബിരിയാണി ഫാനാണ്. എന്നെപ്പോലെ ചിക്കൻ ബിരിയാണി ഫാൻസ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, മറക്കരുത് കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ കുഴിമന്തി കഴിച്ച് കഴിഞ്ഞിട്ട് പെപ്സി കുടിച്ചു. പെപ്സിയാ. പിന്നെ നമ്മൾ കേക്ക് മുറിച്ചു ഗൈസ്. ബർത്ത്ഡേക്ക് കേക്ക് ഇല്ലാണ്ട് എന്ത് ബർത്ത്ഡേ ഗൈസ്. അപ്പം അവൻ്റെ 18ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഗ്രാൻഡായിട്ട് സെറമണി വെച്ചത്. അത്ര വലിയ സെറമണി, നമ്മൾ 2 ഫാമിലി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, നമ്മൾ കസിൻസാണ്. അപ്പം അങ്ങനെ വെച്ചാണ്. അങ്ങനെ ഇത് വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു. ഞാൻ കേക്കിൻ്റെ വലിയ ഫാൻ. ആ കേക്കിൻ്റെ പകുതി ഞാനാണ് കഴിച്ചത് കേട്ടോ. അവരൊക്കെ ബാക്കിയുള്ളവരും കേക്ക് അത്ര ഫാൻസ് അല്ല. ഞാൻ ഭയങ്കര കേക്ക്
പായസം, ജിലേബി, ഞാൻ ഭയങ്കര സ്വീറ്റ് എല്ലാத்தைയും കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്ക്. ഇതിൻ്റെ പകുതി ഞാനാണ് കഴിച്ചത് കേട്ടോ. അങ്ങനെ കേക്ക് നമ്മൾ കൊലപാതകം ചെയ്ത് നമ്മൾ എന്നിട്ട് രാത്രി പോകുന്ന വേണം. അത്രയുള്ള നമ്മുടെ വീഡിയോ ഗൈസ്. ലൈക്ക്